കൃഷിക്കാരൻ അവന്റെ കൃഷിയെയും ഒഴിവാക്കി. എന്നിട്ട് ഈ കലിമത്തുമായി ഒരു ചുറ്റും എന്നും പറഞ്ഞിങ്ങനെ നടക്കും. അങ്ങനെ നടന്നിട്ടോ പണ്ഡിതന്മാരിലേക്കും ഉലമാക്കളിലേക്കും അവര് നോക്കും. ദീൻ പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ നിസ്സാരതയുടെ കണ്ണുകൊണ്ടാണ് അവര് നോക്കുന്നത്. നിസ്സാരതയുടെ കണ്ണുകൊണ്ടാണ് അവര് നോക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന ആളുകൾ ഒരു സ്ഥലത്ത് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഫഹാദാ മിനൽ ഹംഖിയിൽ മഗ്റൂരീൻ, വഞ്ചിക്കപ്പെട്ട ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളിൽ പെട്ടതാണ്, വഞ്ചിതരാവാൻ പാടില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫൽ ആമിയു, ഒരു സാധാരണക്കാരൻ, ലൗ യസ്നി, അവൻ വ്യഭിചരിക്കുകയും മോഷണം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ, ഖൈറുൽ ലഹു, അവൻ ഉത്തമമാണ്, മിൻ അൻ യതകല്ലമ ഫീ മിസ്ലി ഹാദിൽ, ഇതുപോലെയുള്ള മേഖലകളിൽ പ്രവേശിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഓൻ വ്യഭിചരിക്കലാ നല്ലത്. കാരണം അവൻ അറിയാത്ത മാർഗത്തിലൂടെ കുഫ്രിയത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വരെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇമാം മഖ്ദിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇത്തരം തത്വം അവരിൽ കാണുന്നു. ഒരു ശരിയായ മുരീദിനുണ്ടായിരിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാർ പറഞ്ഞു, ഒരാളും തന്റെ താഴെയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഒരു അവിശ്വാസി പോലും തന്റെ താഴെയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. മരിക്കുമ്പോ ആരാണ് ഉന്നതൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്, ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരെ ത്വരീഖത്തിൽ പ്രവേശിപ്പിക്കുക എന്ന വിഷയം സാങ്കേതിക ഭാഷയിലുള്ള തർബിയത്തിലേക്ക് എത്തിക്കുക എന്ന വിഷയം ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിലെ ത്വരീഖത്തിന്റെ മശായിഖന്മാരെ ചരിത്രം എടുത്തു നോക്കൂ. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുന്ന് മുറബ്ബിയായ ശൈഖായിരുന്നു. ആ മമ്പുറം തങ്ങൾക്ക് വിരലിൽ എണ്ണാവുന്ന മുരീദുമാര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചവർ, ആധ്യാത്മിക മേഖലയിലെ ഉന്നതനായ വ്യക്തി, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാനാവിഭാഗം ജനങ്ങളോടൊത്ത് ധർമ്മസമരത്തിൽ അകപ്പെട്ട ബഹുമാനപ്പെട്ടവർ, ഒരുപാട് കറാമത്തിന്റെ ഉടമയായ ഉമർ ഖാദി, ജീവിതത്തിൽ തഹജ്ജുദ് ഒഴിവാക്കാത്ത മഹാൻ, പ്രായപൂർത്തി എത്തിച്ചതിന് ശേഷം ജമാഅത്ത് ഒഴിവാക്കാതെ ശ്രദ്ധിച്ചിരുന്ന മഹാൻ, അതുപോലെ വഫാത്ത് വരെ ളുഹാ നിസ്കാരം നിർവഹിച്ചിരുന്ന മഹാൻ. അവിടുന്ന് അവസാനം ഒരു ദിവസം, പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി 99ാമത്തെ വയസ്സിൽ അവിടുന്ന് രാത്രി സമയത്ത് എണീറ്റപ്പോൾ, ആ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ ബഹുമാനപ്പെട്ടവർ ഒരു ഭാഗം അവിടുന്ന് കുഴഞ്ഞുപോയി. അവിടുന്ന് ഒരു ഭാഗം കുഴഞ്ഞ് താഴെ വീണു. ആരെയും ഉണർത്താതെ നീന്തിപ്പോയി അവിടുന്ന് കിണറ്റിൻകരയിൽ പോയി വെള്ളം മുക്കി വുളു എടുത്ത് അവിടുന്ന് തഹജ്ജുദ് കടന്നുകൊണ്ട് നിസ്കരിച്ചുവെങ്കിൽ, ജമാഅത്തായി നിർവഹിച്ചുവെങ്കിൽ, ആ ഉമർ ഖാദി തങ്ങളുടെ ഈ ഒരവസ്ഥ കണ്ടപ്പോ പല ചികിത്സകളും നോക്കി, ഒന്നും ഫലിക്കാതെ വന്നു. അവസാനം ആ നാട്ടിലുള്ള അമുസ്ലിമായ ഒരു വൈദ്യർ ആ വൈദ്യരെ വിളിച്ചു വരുത്തി. അപ്പോഴേക്ക് ചെയ്ത ചികിത്സയുടെ ചെറിയ ഫലമെന്നോളം എണീറ്റിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പതുങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വൈദ്യന്മാരെല്ലാം പറഞ്ഞു, നിങ്ങൾ കുളിക്കാൻ പാടില്ല എന്നതാണ്.
അവിടുന്ന് വെള്ളിയാഴ്ചത്തെ സുന്നത്ത് കുളി ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ കുളിക്കരുത് എന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോൾ കുളിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഏറ്റവും അറിയപ്പെട്ട വൈദ്യരെ വിളിച്ചു. ആ വൈദ്യരെ വിളിച്ചിട്ട് തന്റെ നാഡിയൊക്കെ ഒന്ന് പിടിച്ചു നോക്കി. അങ്ങനെ വൈദ്യർ പോകാൻ ഒരുങ്ങുമ്പോ വൈദ്യരോട് പറയുന്നു, ഓ വൈദ്യരെ, എനിക്കൊന്ന് തേച്ച് കുളിക്കാൻ ആഗ്രഹമുണ്ട്, എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോ വൈദ്യരിങ്ങനെ പിടിച്ചു പറഞ്ഞു, ഉസ്താദേ, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് തേച്ച് കുളിക്കാം കേട്ടോ. ഉടനെ തന്റെ കയ്യിലുള്ള വടി, ആ ബറക്കത്തിന്റെ വടി വൈദ്യരുടെ കയ്യിൽ കൊടുത്ത് നീയാണ് വൈദ്യൻ എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ പിറ്റേ വെള്ളിയാഴ്ച സുബഹിക്ക് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി വാങ്ക് പ്രതീക്ഷിക്കുമ്പോൾ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഅദ്ദിനിന്റെ വാങ്കിന് ഉത്തരം ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ലോകത്തോട് വിട പറയുന്നു. സാലിഹീങ്ങളുടെ ലക്ഷണമാ. ആ ഭാഗ്യം റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു മാസം മുമ്പ് നമ്മുടെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനമായ ഖലീൽ തങ്ങളുടെ സ്ഥാപനമായ മഅദിനിലെ ഒരു ഉസ്താദായിരുന്നു ബഹുമാനപ്പെട്ട മൂസ തഖാഫി. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം തമ്പുരാനെ. അവിടുന്ന് എല്ലാം അസുഖമായി നിൽക്കുമ്പോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ ദർസ് നടത്താൻ വേണ്ടി വന്നു. വ്യാഴാഴ്ച കുട്ടികൾ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. രാത്രി സമയത്ത് ഏകദേശം 10-10:30 ഭാര്യയെ ഫോണിൽ വിളിച്ച് ഇദ്ദയുടെ മസ്അല പഠിപ്പിക്കുകയാണ്. അരമണിക്കൂറോളം ഇദ്ദയുടെ മസ്അല ആ സഖാഫി പഠിപ്പിച്ചതിന് ശേഷം 3 മണിക്ക് കുട്ടികളൊക്കെ വിളിച്ചു വരുത്തി ഖുർആനോദി ബുർദ ചൊല്ലിച്ച് സുബഹി നിസ്കരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ രണ്ടാളുകളുടെ സാന്നിധ്യത്തിൽ ചൊല്ലി പുഞ്ചിരിച്ച് വഫാത്താകുന്നു. അല്ലാഹുവേ, ആ ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്കും നൽകണം തമ്പുരാനെ. ഇവരാരായിരുന്നിട്ടോ, എത്ര വലിയ തറവാട്ടുകാരനായിരുന്നിട്ടോ, എത്ര വലിയ സാമ്പത്തികനായിരുന്നിട്ടോ, ഒരുപാട് കിതാബ് എഴുതിയിട്ടോ, അതല്ലെങ്കിൽ നിസ്കരിച്ചിട്ടോ കാര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പൊരുത്തം വേണ്ടേ? ആ പൊരുത്തത്തിന്റെ പരിസമാപ്തി മരണം റാഹത്തോട് കൂടെയാവുകയല്ലേ? ആ നിലക്കാണ് പൂർവീകരായ ആളുകൾ യാത്ര പിരിഞ്ഞത്. ഏതായിരുന്നാലും ആ ഉമർ ഖാദിയാണ് മമ്പുറം തങ്ങളുടെ ഒരു മുരീദെങ്കിൽ അവിടുന്ന് കുട്ടികൾക്ക് ദർസ് നടത്തുമ്പോ പെട്ടെന്ന് കരയുകയാണ്. എന്താണ് കരയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ കൈവാന ലോകത്തേക്ക് ഉയർത്തി അവിടുന്ന് പറഞ്ഞത്, ഖുതുബുസ്സമാനി സിറാജുദ്ദീനി സയ്യിദുനാ മിൻ ദാരി ദുനിയ ഇലാ ദിൽ ബഖാഇ സറാ. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ റൂഹുമായിട്ടതാ അസ്രായീൽ പോകുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറാമത്തുடைய മഹാന്മാര് പഠിപ്പിച്ചതല്ലാത്ത തത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണം. അവരൊക്കെ അങ്ങേയറ്റം വിനയത്തിന്റെ ആളുകളാണ്. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ പോയി അല്ലാഹുവിന്റെ റസൂലിനോട്, ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സങ്കടം പറഞ്ഞു, കരഞ്ഞു. വിനയത്തിന്റെ പ്രതീകം. ആലുന്തറ എന്ന് പറഞ്ഞിട്ട് തറണ്ടായിക്കോട്ടെ, നമുക്ക് വിരോധമല്ല. അവിടെ ആലും ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അവിടുത്തെ ഒരു ഷെയ്ഖുണ്ട്. ആ ഷെയ്ഖ് ഏഹിയ ദർസ് എടുത്ത് അത്ര ദർസ് എടുത്തുമ്പോ പെട്ടെന്ന് എണീറ്റു. അപ്പൊ ചോദിച്ചു, അല്ല എന്താ സംഭവം? നിന്റെ ഇഹിയ കേൾക്കാൻ അതാ നബി വന്നാണ്. ആലന്തറന്റെ ഒരു മുരീദ് എനിക്ക് ഫോൺ വിളിച്ചിട്ട് ഞങ്ങളെ ഷെയ്ഖിന്റെ മഹത്വമാണ് ഇത് കണ്ടിട്ടോ. ഇത് ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മൈൻഡ് പോയിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ ചെയ്യുക? സാരസ്വതാരിഷ്ടം മന്ത്രി ചോദി കൊടുക്കുക എന്നല്ലാതെ അതിന് പായത്തു ഈ സൂതാകും. നിങ്ങൾ ചിന്തിക്കണം.
വെള്ളിയുടെ തളയിടലിന്റെ ഇസ്ലാമിന്റെ വിധി എന്താണ്? വെള്ളിയുടെ മോതിരം ചെറിയ വിരലിൽ ധരിക്കൽ സുന്നത്താണ്. അത് മൂലയുടെ എങ്ങൾക്ക് തിരിയില്ല എന്നാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന് തിരിയാത്ത, ഇബ്നു ഹജർ തങ്ങൾക്ക് തിരിയാത്ത തരീഖത്ത. അതിനാണ് അത്തരീഖത്തു ശൈത്വാനിയ്യ എന്ന് പറയാം. തരീഖത്ത് രണ്ട് വിധമുണ്ട്. അത്തരീഖത്തു റഹ്മാനിയ്യ, റഹ്മാനിയ്യായ തരീഖത്ത്. അത്തരീഖത്തു ശൈത്വാനിയ്യ, ശൈത്വാനിയ്യായ തരീഖത്ത്. ഈ നിലയ്ക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരുപാട് വാദങ്ങൾ, പണ്ഡിതന്മാരെ ആക്ഷേപിക്കൽ. കരീമും സിറാജുദ്ദീൻ മൗലവിയും എന്നൊരു പുസ്തകമുണ്ട്, സിൽസില നൂരിയക്ക്, നൂരി ഷാ തരീഖത്തിന്റെ. അതിൽ കാണാം ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന് നേരെ ഒരു ആരോപണം. എന്താണ് ആരോപണം? ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യ ചുട്ടുകരിക്കാൻ വേണ്ടി ഫത്വ കൊടുത്തു. ആര്? ഖാദി ഇയാദ്. ഇത് ഗസ്സാലി ഇമാം കേട്ടപ്പോൾ കേടായി ദുആയിരുന്നു. കക്കൂസിൽ വെച്ച് അതിദാരുണമായി ഖാദി ഇയാദ് മരണപ്പെട്ടു എന്നാണ്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദിന്റെ ശിഫ എന്ന കിതാബ് ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ആ വീടിനുള്ള കാവലാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഒന്ന്, ഇമാം ഗസ്സാലി തങ്ങൾ വഫാത്തായത് ഹിജറ 505-ലാണ്. ഖാദി ഇയാദ് വഫാത്തായതോ ഹിജറ 544-ലാണ്. ഇമാം ഗസ്സാലി തങ്ങൾ വഫാത്തായി 39 കൊല്ലം കഴിഞ്ഞ് വഫാത്താകുന്ന ഖാദി ഇയാദിനെതിരെ ദുആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ പറഞ്ഞ് തരീഖത്ത് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ AP ഉസ്താദിനെ മാത്രമാണ് പറയുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൊന്മുള ഉസ്താദിനെ മാത്രമാണെന്ന് പറയുന്നത്? ഇമാമുകളെ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ദിവസങ്ങളിലൊക്കെ തരീഖത്തേര് എനിക്ക് ഫോൺ ചെയ്യാറുണ്ട്. എൻ്റെ കാല് വെട്ടും, കൈ വെട്ടും. ഒരു സ്ഥലത്തൊന്ന് പറഞ്ഞു അവിടെ കാല് കുത്താൻ അയക്കൂല. ശരിയാണ്. ഞാൻ നേരെ വണ്ടിയിൽ നിന്ന് സ്റ്റേജുമെന്ന് വണ്ടിക്ക് കാല് നിലത്ത് കുത്തിയിട്ടില്ല. എന്തിന്? മതം പറഞ്ഞീന്. ഇമാമികൾ ചീത്ത പറയരുത് എന്ന് പറഞ്ഞിന്. ഉസ്താദുമാര് ഗീബത്ത് പറയരുത് എന്ന് പറഞ്ഞതിന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലക്കായി അപ്പൊ വലിയ വലിയ ഉസ്താദുമാരെ ഗീബത്ത് പറയുക, കുറ്റം പറയുക എന്നത് ഇത്തരം കക്ഷികളുടെ ഒരു ലക്ഷണമാണ്. ഇങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടാകുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു മഹാനരായ ഇമാം ബുഖാരി തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നത് കാണാം. ലാ യക്മലുൽ അലിമു ബിഇൽമിഹി ഇല്ലാ യുബ്തലാ ബിഅർബഇൻ. ഒരു ശരിയായ പണ്ഡിതന് 4 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഒരു ശരിയായ പണ്ഡിതനാണോ ആ പണ്ഡിതൻ 4 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഏതാണ് 4 കാര്യം പ്രിയപ്പെട്ടവരെ? ശമാഅത്തുൽ അഅദാ, മലാമത്തുൽ അസ്തിഖാ, ഹസദുൽ ഉലമാ, വതഅനുൽ ജുഹലാ. 4 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഒന്ന്, മലാമത്തുൽ അസ്തിഖാ, കൂടെ ഉണ്ടായിരുന്ന ചങ്ങാതിമാർ കുറ്റം പറയുന്നൊരവസ്ഥ. ഞാൻ ഓനും ഒപ്പല്ലേ കോളേജിൽ, എന്നിട്ട് ഓനിപ്പോ ഒന്നുമില്ലാതെ നേരെ പ്ലെയിനിക്ക് കയറണു, ഞാൻ ഇവിടെ എക്കണു. ചില ആൾക്കാർ അങ്ങനെ പല നിലക്കും പ്രിയപ്പെട്ടവരെ ആക്ഷേപിക്കുന്ന ആളുകൾ. കാന്തപുരം മാവൂർ റോഡിലൂടെ കിഴക്കോട്ട് പോകുന്ന സമയത്ത് വണ്ടിയുടെ ഇടത്തെ ടയറിന്റെ വലത്തെ ഭാഗത്ത് ഒരു സ്ക്രാച്ച് വീണു. എന്തുകൊണ്ട്? പ്രാർത്ഥന, കണ്ണിയത്തിന്റെ പ്രാർത്ഥന. ഈ നിലക്ക് പല നിലക്കുമുള്ള ആക്ഷേപങ്ങളുമായി വരും. ആ ആക്ഷേപം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. രണ്ടാമത്തതോ
ശമാതത്തുൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കാനുള്ള വക അന്വേഷിക്കുക. ഒന്ന് കുടുങ്ങിയെങ്കിൽ, CBI ഒന്ന് ടൗസർമ നിർത്തിയെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ശമാതത്തുൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കാനുള്ള വക അന്വേഷിച്ച് നടക്കും. മൂന്നാമത്തതോ വഹസദുൽ ഉലമാ, ചില ആളുകൾക്ക് അസൂയ ഉണ്ടാകും. ചില ആളുകൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയിട്ട് ഗാനമേള കൊണ്ട് അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയിട്ട് ഗീബത്ത് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടെയും നാവിനെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. അസൂയ ഉണ്ടാവുക, അസൂയ പാടില്ലല്ലോ. അൽ ഹസദു യഅകുലുൽ ഹസനാത്ത്, അസൂയ എന്നുള്ളത് എല്ലാ നന്മകളെയും തിന്നുകളയും എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്നാൽ അസൂയ പ്രകടിപ്പിച്ചു പ്രസംഗിക്കുകയും അസൂയ പ്രകടിപ്പിച്ചുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷികൾ വരും. എന്തിനാണ് അസൂയ കൊണ്ട് അല്ലാഹു തആലയുടെ പരീക്ഷണം ഇത്തരം ആളുകൾ വാങ്ങുന്നത്? വൈദാ അറാദല്ലാഹു നസ്റ ഫളീലതി തുവിയത് അതാഹലഹാ ലിസാന ഹസൂദി. അല്ലാഹു തആല ഒരാളുടെ ശ്രേഷ്ഠത, ഒരാളുടെ ഫളീലത്ത് വെളിവാക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അസൂയാലുക്കളെ നാവിന് അതിന് തയ്യാറാക്കുന്ന എപ്പിസ്ഥാന്റെ വണ്ടിന്റെ വില നമ്മൾ അറിയല് വേറെ ആൾക്കാർ പ്രസംഗിക്കുമ്പോഴാണ് അല്ലേ? അങ്ങനെ ആ വണ്ടിയിൽ എന്തിനാ പോണത്? ഈ വണ്ടിയിൽ അത് തിരക്കുള്ള ആൾക്കാർക്ക് അത് വേണ്ടേ? നബി തങ്ങൾ എന്താണ് ഒട്ടകപ്പുറത്ത് പോകാതെ ബുറാക്കിന് പോകാൻ കാരണം? നബിക്ക് തിരക്കായിരുന്നു ഇസ്രാ മിഅ്റാജിന്റെ. നല്ല വാഹനം വേണം. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജഹു ലിഇബാദിഹി വത്വയ്യിബാത് ഖുൽ ഹിയ ഖാലിസത്തുൻ ലില്ലദീന ആമനു. ഖുർആനല്ലേ പറഞ്ഞത്? ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ വേണ്ടത് സാലിഹീങ്ങളായ ആളുകൾക്കല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, അവിടുത്തെ വസിയ്യത്ത് നബി തങ്ങൾ സഹാബികൾക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക. നൂഹ് നബി വഫാത്താകാൻ സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് വസിയ്യത്ത് ചെയ്തു. 4 കാര്യം നിങ്ങളോട് കൽപ്പിക്കുന്നു, 4 കാര്യങ്ങൾ വിരോധിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ പറഞ്ഞ് അൻഹാക്കും അനി ശിർക്കി വൽ കിബ്രി, ശിർക്കിനെ തൊട്ടും കിബിറിനെ തൊട്ടും നിങ്ങളെ ഞാൻ വിരോധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഷിർക്ക് എന്താ? ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇസ്തിഗാസ നടത്താറുണ്ട്, ഉറുക്ക് കെട്ടാറുണ്ട്, മന്ത്രിച്ചു ഊതാറുണ്ട്, അതൊന്നും ശിർക്കല്ല. ശിർക്ക് എന്താ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. വമൽ കിബിറു യാ റസൂലല്ലാഹ്, എന്താണ് കിബിർ? എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക. ക്ലൂ തരുമെന്ന് ചോദിക്കുമല്ലോ ചില കുട്ടികൾ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചാല്. ഇങ്ങനെ ക്ലൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല, നല്ല ഇസ്തിരി ചുളിയാത്ത ഫ്രഷ് ഡ്രസ്, മിന്നിത്തിളങ്ങുന്ന നല്ല തലീക്കെട്ടും ഡ്രസ്സും അതിങ്ങനെ ഇട്ടിങ്ങനെ നടക്കല് കിബറ? കാലല്ല, അതൊന്നും കിബറ. കാരണം വസ്ത്രം പരമാവധി നന്നാക്കണം എന്നല്ലേ? നല്ല ചെരുപ്പ് എടുത്തു, ആ ചെരുപ്പുകൾ ഇട്ട് ഇങ്ങനെ ചെത്തല് നല്ല ഉസാറിന് നടക്കല് കിബറ? കാലല്ല, അതുമല്ല. റിപ്പോർട്ടിൽ അങ്ങനെ നല്ല ഒന്നാന്തരം വണ്ടി, ഒന്നാന്തരം വാഹനം, ആ വാഹനത്തുമ്മൽ നടക്കൽ കിബറ? കാലല്ല. നബി തങ്ങൾ പറഞ്ഞു, മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യൻ നന്നാവുക, ഒരു മനുഷ്യന്റെ വിജയം എന്താണ്? ഒന്ന് സൗജത്തും സ്വാലിഹായ ഭാര്യ കെട്ടും ചെയ്തു, കുടുങ്ങും ചെയ്തു, 1.5 തലമ കയറും ചെയ്തു. എന്താ കാട്ടുക? അല്ലെ, ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാകും. അപ്പൊ സ്വാലിഹായ ഭാര്യ, നല്ല വീട്, അതുപോലെ നല്ല വാഹനം. നബി എന്നെ പറഞ്ഞല്ലേ വിജയം.
അപ്പൊ നല്ല വാഹനം അത് കിബറ കാലല്ല. അല്ല കുറെ അണികൾ നല്ല തലീക്കെട്ടിട്ട് നല്ല ഫ്രഷായി നല്ല റാഹത്തോടു കൂടെയുള്ള തലീക്കെട്ടി കുറെ ആളുകൾ, ഉമറാക്കൾ കുറെ ആളുകൾ, പ്രവർത്തകർ കുറെ ആളുകൾ, ഇതെല്ലാവരും ഉണ്ടാകല് കിബറ കാലല അതുമല്ല. ഇതൊക്കെയാണല്ലോ ഇപ്പൊ മൈക്കി കേട്ടത്. പിന്നെ എന്താണ് കിബറ് നബിയെ, എന്താണ് കിബറ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഹക്ക് മറിച്ച് വെച്ച് ജനങ്ങളെ കഴുതയിലാക്കുക, ഇതാണ് അഹങ്കാരം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹസദുൽ ഉലമാ, ചില ആളുകൾക്ക് അസൂയ ഉണ്ടാവുക. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ മസ്ജിദ് നബവിയിൽ ഒരാൾ നിസ്കരിച്ചാൽ 10,000 ഇരട്ടി റിപ്പോർട്ട് പ്രകാരം, ജമാഅത്താകുമ്പോൾ 2,70,000, റമദാനിലാകുമ്പോൾ കാൽക്കുലേറ്റർ കണ്ണണി ചെയ്യും, അത്ര വലിയ കൂലി. അസ്മാ ബിന്തു സയ്യിദ് റളിയല്ലാഹു അൻഹു ഞാനും വരട്ടെ നബി എന്ന് ചോദിച്ചപ്പോൾ എന്താണ്, നിങ്ങൾ വരണ്ട. ഒരു അസൂയപ്പെടാൻ പറ്റുമോ? പറ്റൂല. പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ 20 ഷഹീദിന്റെ കൂലിയ ഒരു പ്രസവത്തിന്. ഒരാൾക്ക് തോന്നുക ആചാര്യക്ക് ഓള് 8 പറ്റും, ഞാൻ 2 പറട്ടെ, നടക്കുക ആചാര്യക്ക് അല്ലേ? വേണ്ട, അത് പ്രസവോള് പ്രസംഗം പെടാൻ അങ്ങനെ ആയിക്കോട്ടെ. അതല്ലേ അതിന്റെ മര്യാദ. അവന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസൂയ പാടില്ല. ഇങ്ങനെ അസൂയ വെക്കുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെ പറഞ്ഞു തഅനുൽ ജുഹാല്, വിവരമില്ലാത്ത ആളുകൾ ആക്ഷേപിക്കാം. വിവരമില്ലാത്ത ആളുകൾ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ വരിക സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ ലക്ഷണമാണ്. അതെന്തിനാണ്? അവരെ ദർജ വർദ്ധിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വസ്തുതകൾ അറിഞ്ഞ ഒരാൾ ആക്ഷേപിക്കും. ഒന്നരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ കാണാം, എല്ലാം മതത്തിന് വേണ്ടി കൊടുത്തു, നബി തങ്ങൾക്ക് വേണ്ടി കൊടുത്തു, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ബഹുമാനപ്പെട്ടവർക്ക് എല്ലാം എടുത്തു കൊടുക്കുക. അപ്പൊ അവസാനം ഭാര്യ പറഞ്ഞു, നമ്മളെ മോള് പ്രസവിക്കാനായിക്കണം, എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കി ഒക്കെ കൊടുത്തോളി. അപ്പൊ 8 ദീനാർ കയ്യിൽ കൊടുത്തു, എന്താ അവിടെ വെച്ചോ, ബാക്കിയൊക്കെ കൊടുത്തു. അങ്ങനെ മദീന പള്ളി ഉണ്ടാക്കാനുള്ള ഒരുക്കം. ആ മദീന പള്ളി ഉണ്ടാക്കാനുള്ള ഒരുക്കം വന്ന സമയം നബി തങ്ങൾ ചോദിച്ചു, അല്ല നമുക്കൊരു പള്ളി വേണമല്ലോ, അതിന് ഫണ്ട് വേണമല്ലോ, സ്ഥാപനാണല്ലോ, ആചാര്യ എന്തെങ്കിലുമൊക്കെ ചെയ്യും, മാഷറിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ കൂലിട്ടാൻ വേണ്ടി നമ്മൾ ഉസ്താദ്മാർ ചെയ്യാറുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? സിദ്ദീഖുള്ളാഹിന് ഉടനെ തന്നെ പോടുക ഭാര്യന്റെ അടുത്തേക്ക്. ചിലപ്പോ ഉണ്ടല്ലോ നമ്മളെ ചില ആളുകൾ, എൻ്റെ ചെയിനൊന്നും തരുമോ, 1 പവൻ അധികം വരുന്ന മാസം വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടൊക്കെ എന്താക്കാറുണ്ട്, വാങ്ങാറുണ്ട്. ഇതേപോലെ ആ 8 ദീനാർ വാങ്ങി, ആ 8 ദീനാറിന്റെ കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ് മദീന പള്ളി. അന്ന് മുതൽ ഇന്ന് വരെ കോടിക്കണക്കിന് ആളുകൾ നിസ്കരിക്കുമ്പോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ജമാഅത്തായി റമദാൻ അല്ലാത്ത കാലത്ത് ഒരാൾ ഒരു വക്ത് നിസ്കരിക്കുമ്പോ 2,70,000. സുന്നത്തിനോ 10,000. ഓരോ കോടി 1,000 ലക്ഷം ആളുകൾ നിസ്കരിക്കുമ്പോഴും കോടികൾ പ്രതിഫലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്കല്ലേ എത്തുന്നത്? ഭാഗ്യവാനല്ലേ? ഇതുപോലെ ഒരാൾ പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയിൽ സുജൂദ് നടക്കുന്ന കാലത്തോളം, ജമാഅത്ത് നടക്കുന്ന കാലത്തോളം ബഹുമാനപ്പെട്ട ഇതിന് നേതൃത്വം നൽകിയ ആളുകളുടെ അടുക്കലേക്കല്ലേ പോകുന്നത്? ഈ അടുത്ത് പാലക്കാടിനപ്പുറത്തുള്ള തമിഴ്നാട്ടിൽപ്പെട്ട പൊള്ളാച്ചിക്കടുത്ത് പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉസ്താദ് 5 പള്ളി ഉണ്ടാക്കി. അവിടുത്തെ ഒരു കാരണം ഒരു നിൽക്കാതെ കരയാണ്, ആഗ്രഹം സഫലീകൃതമായതിന്റെ പേര്.
ഗുജറാത്തിന്റെ തിരുവോരങ്ങളിൽ പള്ളിയുണ്ടാക്കി, അന്തമാനിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പള്ളിയുണ്ടാക്കി. ആയിരക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ നിസ്കരിക്കുമ്പോൾ, ആ നിസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി എന്നതിൻ്റെ പേരിൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണം ശൈഖുന വഫാത്തായാൽ അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്ത് കൊടുക്കണം തമ്പുരാനെ, ദറജ വർദ്ധിപ്പിക്കണം തമ്പുരാനെ, ഞങ്ങൾ അനാഥരാക്കല്ല തമ്പുരാനെ. ആ ഉസ്താദ് അവറുകളുടെ ഖബറിങ്ങിലേക്കല്ലേ പോകുന്നത്? ഉസ്താദ് അവറുകൾക്ക് ഓരോ പള്ളികളിൽ നിന്നും നിസ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കല്ലേ. ഞാൻ സേവനം അനുഷ്ഠിക്കുന്ന കുമരമ്പത്തൂരിൽ 25 കൊല്ലം മുമ്പ് ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പള്ളി നിങ്ങൾ വന്നു നോക്കൂ. മഗ്‌രിബിന് പ്രിയപ്പെട്ട സഹോദരന്മാരെ 300ഓളം ആളുകൾ ഉണ്ടാവും. അല്ലാത്ത സമയങ്ങളിലും ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. 26ഓളം മുതഅല്ലിമുകളുണ്ട്. ഇങ്ങനെ ഓരോ ആളുകളും നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കുന്നവരുടെ നിസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലം അവിടത്തേക്ക് പോകുമ്പോൾ ഒരു പള്ളിയുടെ കല്ല് പോലും ഉണ്ടാക്കാത്ത നാം എന്തിനാക്ഷേപിക്കണം? എന്തിനു കുറ്റപ്പെടുത്തണം? പോരാ, ഉസ്താദ് അവറുകൾ അവിടുത്തെ ഇങ്ങനെ കിടക്കുമ്പോൾ ഉസ്താദ് അവറുകൾ ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും തസ്ബീഹോ ദിക്റോ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ കൂലി ഉസ്താദിനാണ് അധ്വാനിക്കാതെ കിട്ടുക. അപ്പൊ ഉസ്താദിനോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ ഗീബത്ത് നിർബന്ധമായി നിർത്തണം. കാരണം അവനാടെ നിസ്കാരമൊക്കെ അങ്ങോട്ട് പോവുക, അതിന് പോവുക, അന്നഞ്ഞ് മേലാലില്ല, ദ്വർക്കണ്ട. ഇതിനെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ സന്മനസ് വേണം. ഒന്നരായ ഉസ്താദ് എത്രയോ യത്തീമക്കളെ പോറ്റുന്നു. പാവപ്പെട്ട യത്തീം കുട്ടികൾ, ആയിരക്കണക്കിന് യത്തീമക്കളെ ഉസ്താദ് അവர்கள் പോറ്റുമ്പോൾ ബാബു ഇത്ആമി മിനൽ ഈമാൻ, ഭക്ഷണം കൊടുക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ കുട്ടികൾക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ ഓരോ വറ്റും ഉസ്താദിനുള്ള പ്രതിഫലമല്ലേ? നമ്മൾ ആരെങ്കിലും പിരിച്ചു കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ആ കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ? ഒന്ന് പോയി നോക്കിക്കൂടെ പ്രിയപ്പെട്ടവരെ? ഞാൻ ആലോചിക്കാം, എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ മർക്കസ് സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൽ സംബന്ധിച്ചതിൻ്റെ പേരിൽ മടവാളുകൊണ്ട് ഓങ്ങിക്കൊണ്ട് പിന്നാലെയോടി ഒരാൾ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം ഉണ്ട്. അങ്ങനെ ആ ഓടിയ വ്യക്തി ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. ഒരു ദിവസം എൻ്റെ നിക്കാഹുണ്ടായപ്പോൾ ഇന്ന സ്ഥലത്താന്ന് ഞാൻ പറഞ്ഞില്ല, ആചാര്യ നിങ്ങൾ എന്തായാലും വരണം എന്നൊന്ന് പറഞ്ഞു. മർക്കസിലേക്ക് കൊണ്ടുപോയി. അത് മർക്കസാണ് മൂപ്പര് അറിഞ്ഞിട്ടില്ല. മൂപ്പര് വിചാരം മർക്കസ് എന്ന് പറഞ്ഞാൽ സർക്കസ് കൂടാരെന്നാണ്. അങ്ങനെ പോയിട്ട് ആദ്യം ആ ബോർഡിങ് മദ്രസയ്ക്ക് എന്താണ് കാണിച്ചു കൊടുത്തു. ഇപ്പോഴത്തെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, ഇതൊക്കെ യത്തീം കുട്ടികളാണ്, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇത് ആരതാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അതൊക്കെ ഉണ്ട്. പിന്നെ വിഷയം എങ്ങനെ മാറ്റും? അവസാനം റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഉസ്താദിനോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ആൾ വരുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ കൈ പിടിച്ചിട്ട് ഞാൻ ആചാര്യോട് പറഞ്ഞു, ഇത് മർക്കസാണ്, ഇതാണ് AP ഉസ്താദ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആള്. ഇതിന് പറഞ്ഞോട് കൂടെ ഉസ്താദേ പൊരുത്തപ്പെട്ടിരുന്നത് കണ്ട് കെട്ടിപ്പിടിക്കുക. ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്. മർക്കസിൽ പഠിക്കുന്ന സ്ഥാനത്ത് ഉസ്താദിൻ്റെ ലേഖനങ്ങൾ, ഉസ്താദ് എഴുതിയ ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ DTP ചെയ്തതിന് ശേഷം പ്രൂഫ് റീഡിങ് നടത്താൻ ചില സമയത്ത് ഞാൻ കൂടാറുണ്ട്. വടപുറം സഖാഫി അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, അസുഖത്തിലാണ്, ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ ഒരു ദിവസം വന്യരായ ഉസ്താദ് അവറുകൾക്കൊരു എഴുത്ത്, ഒരാളെ എഴുത്ത് അയച്ചത് കണ്ടു. അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, എല്ലാവർക്കും വായിക്കാവുന്നതാണ്. അങ്ങനെ അത് പൊട്ടിച്ച് വായിച്ചപ്പോൾ വന്യരായ AP ഉസ്താദ് അറിയാൻ
നീചനും നികൃഷ്ടനും ആയ ഒരാൾ എഴുത്ത്. എൻ്റെ പേര് ഇന്നതാണ്, ഞാനാണ് ഉസ്താദെ. അങ്ങ് പതിമംഗലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ ഇടത്തെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് എറിഞ്ഞ് അങ്ങയെ വിഷമിപ്പിച്ച ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. അങ്ങ് പൊരുത്തപ്പെട്ടാലും എന്ന് പറഞ്ഞ് കുറേ വിഷമിച്ചു കൊണ്ട് എഴുതിയ ഒരു എഴുത്ത്. ഇങ്ങനെ തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നവരുണ്ട്. എനിക്കെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മുടെ കൂട്ടുകാരാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക, നിങ്ങൾ ഗുണം പറയണം എന്നില്ല, മോശം പറയരുത്, കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്. ഖബറിൽ നാം ഒറ്റക്കാണ്, മഹ്ശറിൽ നാം ഒറ്റക്കാണ്, സിറാത്ത് പാലം ഒറ്റക്ക് പോവേണ്ടവരാണ്. ആ ബോധം ഉണ്ടാവുക. ഏതായിരുന്നാലും ഒരു പണ്ഡിതന് ഈ 4 പരീക്ഷകൾ ഉണ്ടാവും. ഫൈൻ സബറ അലാ ദാലിക, ഈ പരീക്ഷണങ്ങൾ എല്ലാവരും ക്ഷമിച്ചാൽ, ഈ പണ്ഡിതന്മാർ പരീക്ഷണം അതിജയിച്ചാൽ, മനഹുല്ലാഹു ഫിദ്ദുനിയാ അർബഅ, 4 കാര്യം അല്ലാഹു അവർക്ക് ദുനിയാവിൽ കൊടുക്കും. വ അർബഅൻ ഫിൽ ആഖിറ, 4 കാര്യം ആഖിറത്തിലും കൊടുക്കും. വ അമ്മല്ലതി ഫിദ്ദുനിയാ, ദുനിയാവിൽ അവർക്ക് കൊടുക്കുന്ന 4 കാര്യമേതാ? ഒന്നെന്റെ പ്രിയപ്പെട്ട സഹോദര, അൽ ഹൈബത്ത് ഫിൻ നഫ്സ്, ശരീരത്തിനൊരു ഗാംഭീര്യം ഉണ്ടാവില്ല. ആ എപ്പി എന്ന് പറയുന്ന ആളെടുത്തേക്കും വന്യരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വന്യരായ ഉസ്താദ് അവരെ സംബന്ധിച്ചിടത്തോളം ഹൈബത്ത് ഫിൻ നഫ്സ്, ശരീരത്തിനൊരു ഗാംഭീര്യമുണ്ടാവുക, ഹൈബത്തുണ്ടാവുക, ഗാംഭീര്യമുണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ ആളാണെങ്കിലും ആ വലിയ ആളുകൾ അടുത്തേക്ക് വന്യരായ ഉസ്താദുകൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊന്തിപ്പോകും. രണ്ടാമതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലദ്ദത്തും ഫിൽ ഇൽം, ഇൽമിൽ മാധുര്യമുണ്ടാവുക. ഉസ്താദിന്റെ സഹീഹുൽ ബുഖാരി പോലെ മറ്റൊരു ഗ്രന്ഥം പ്രിയപ്പെട്ട സഹോദരന്മാരെ കാണാറില്ല. സഹീഹുൽ ബുഖാരി പോലെയുള്ള മറ്റൊരു ഗ്രന്ഥം കാണാറില്ല. സഹീഹുൽ ബുഖാരിയാണ് വലിയ ഗ്രന്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ കഴിഞ്ഞാൽ 2ാമത്തെ പ്രമാണമാണ് സഹീഹുൽ ബുഖാരി. ആ ബുഖാരി വന്യനായ ഉസ്താദ് അവர்கள் ദർസ് നടത്തുമ്പോൾ ആയിരക്കണക്കിന് ശിഷ്യന്മാർ അതിൽ ശ്രോതാക്കളാവാറുണ്ട്. അള്ളാഹു ഒരുപാട് കാര്യം ആ സഹീഹുൽ ബുഖാരി വീണ്ടും നടത്താൻ ഉസ്താദ് അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ദുനിയാവിൽ. ആഖിറത്തിൽ അല്ലാഹു കൊടുക്കുന്ന കാര്യമോ? പാരത്രിക ലോകത്ത് കൊടുക്കുന്നത് വൽ ഹശ്റു മഅസ് സുഅദാ, അൽ ഹശ്റു മഅസ് സുഅദാ, വിജയികളോടൊത്തുള്ള ഒരുമിച്ച് കൂട്ടൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വാലിഹീങ്ങളോടൊത്തുള്ള ഒരുമിച്ച് കൂട്ടൽ അല്ലാഹു തആല പ്രത്യേകം കൊടുക്കുന്നതാണ്. ആ ഭാഗ്യം നമുക്കും വന്യരായ ഉസ്താദ് അവർക്ക് നൽകുമാറാവട്ടെ. ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിലാണ് ത്വരീഖത്തിന്റെ അവസ്ഥയെങ്കിൽ ഇന്നൊരാൾ ത്വരീഖത്ത് അന്വേഷിച്ചു പോയാൽ എന്ത് ചെയ്യണം? ത്വരീഖത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ത്വരീഖത്തിന്റെ വിഷയം പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുൻഗാമികളായ ആളുകൾ ഇതിന് പരിഹാരമായി എന്താണ് പറഞ്ഞത്? മഹാന്മാര് പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ നിലനിൽപ്പിന് മുറബ്ബിയായ ശൈഖിന്റെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ മുറബ്ബി
മുറബ്ബിയായ ശൈഖിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തിന്റെ ഖിവാമിന് അനിവാര്യമാണെങ്കിൽ തന്നെ ഇന്നവരെ പരസ്യമായി കാണാൻ സാധ്യമല്ല. ഇന്ന് സാങ്കേതികമായ തരീഖത്ത് തർബിയത്ത് കൊടുക്കപ്പെടുകയുമില്ല. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്, എല്ലാവരും പഠിപ്പിക്കുന്നതാണ്. വിശദീകരണം ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ മറ്റൊരു സമയത്ത്, അനിവാര്യമാണെങ്കിൽ മറ്റൊരു സമയത്ത് കൂടുതൽ സൗകര്യത്തോട് കൂടെ വിശദീകരിക്കാം. അതിനെക്കുറിച്ച് ഈ സമയത്ത് ഉണർത്തുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ശൈഖ് തരീഖത്തിന്റെ ശൈഖുമാരുണ്ടോ? ഉണ്ട് എന്നത് തന്നെയാണ്. ഇതിൽ ആർക്കും തർക്കമില്ല. ചില ആളുകൾക്കുണ്ട് ഓൺലൈനിലൂടെയൊക്കെ മുഖാമുഖവും സംവാദങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ചില പരാമർശങ്ങൾ സ്റ്റോർ ചെയ്ത് അവിടെയും ഇവിടെയും കട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേൾപ്പിച്ച് സായുജ്യമടയുന്ന 4 മണിക്കൂർ നേരത്തെ സംവാദം 20 മിനിറ്റ് മാത്രമാക്കി ചുരുക്കി ഇങ്ങനെ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചില പ്രവണതകൾ ഒറ്റപ്പെട്ട ചില നന്നാകാൻ ഉദ്ദേശിക്കാത്ത ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ പ്രശ്നമാക്കേണ്ട ആവശ്യമല്ല, സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ തരീഖത്തിന്റെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ മുറബ്ബിയായ ശൈഖുമാർ സാർവത്രികമായി പൊതുവായി സാങ്കേതികമായ തരീഖത്ത് കൊടുക്കാനുള്ള പൊതുവായ ശൈലി ഇന്ന് ഇല്ല. ആരാ പറയുന്നത്? എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ, ഇമാം ഗസാലി തങ്ങൾ, ഇമാം ഷറാനി തങ്ങൾ, അവരെ പോലെയുള്ള മഹാന്മാരൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ എന്നുള്ള ആളുകൾക്ക് എന്താ ചെയ്യാ? അവിടെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്. മുറബ്ബിയായ ശൈഖിനെ തൊട്ട് നിന്നെ ഐശ്വര്യമാക്കും. എന്ത്? ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുൽ ബിയദി വഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ വിളിച്ച് ഖുൽ ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി, എന്റെ കാര്യം ഏറ്റെടുക്കണം എന്നവിടത്തോട് പറയുക. വസല്ലിമു തസ്ലീമാ എന്നതിന് ചില മഹാന്മാര് വ്യാഖ്യാനമായി ഇത് പറഞ്ഞത് കാണാം. തക്തീറുസ് സ്വലാത്ത് യഖൂമു മഖാമ ശൈഖിൽ മുറബ്ബി, സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് മുറബ്ബിയായ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വിശിഷ്ടമായ കർമ്മമാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം. ഇമാം ദിംയാത്തി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനം എഴുതിയ ഇയാനത്തു ത്വാലിബീന്റെ മുത്തന്നിഫ് അവിടുന്ന് പഠിപ്പിച്ചത് കാണാം. അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. ഇവരെ പോലെയുള്ള മഹാന്മാര് പഠിപ്പിച്ച തത്വമേ വിനീതരായ ഞങ്ങൾ പറയാറുള്ളൂ. ഇവർ പഠിപ്പിച്ച തത്വവും ഇവർ പഠിപ്പിച്ച ഗ്രന്ഥമേ ഉദ്ധരിക്കാറുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധാരണയിൽ അകപ്പെടേണ്ടതില്ല എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, ആ ആദർശം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയണം. അതിനാണ് സ്വാലിഹായ പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് വിജയം കൈവരിക്കാനുള്ള രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തത് ഖുർആൻ പറയുന്നു, വതവാസൗ ബിൽ ഹഖ്, പരസ്പരം നന്മ, സത്യം, യാഥാർത്ഥ്യം അത് നിർദ്ദേശിക്കണം. നല്ല കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുക്കണം. നന്മ ഉപദേശിക്കുന്ന ഒരവസ്ഥ വരണം. ആ നിലക്കാവണം എന്റെ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലായിരിക്കണം ജീവിക്കേണ്ടത്.
മഹാന്മാരായ മുൻഗാമികളാണ് പഠിപ്പിച്ചത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഫാരിസിയും മജൂസിയുമായ വ്യക്തിയുടെ കുത്തേറ്റുകൊണ്ട് ബോധരഹിതനായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബോധം തെളിഞ്ഞു. വായിലൂടെ മുന്തിരി കൊടുത്തു, പൊക്കിളിന്റെ മുറിവിലൂടെ വരികയാണ്. വായിലൂടെ പാല് കൊടുത്തു, പൊക്കിളിന്റെ മുറിവിലൂടെ വരികയാണ്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ മാരകമായ അവസ്ഥ, മരണം മുഖാമുഖം കാണാൻ ഓരോ ആളുകളും വന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഒരാൾ വന്ന് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, ഖദ് സഹിബ്ത റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങ് സഹവസിച്ചവരല്ലേ. വഹുവ അൻക റാദ്, അവിടുന്ന് അങ്ങേയത്തൊട്ട് തൃപ്തിപ്പെട്ടിട്ടില്ലേ. വ അൻത അൻഹു റാദ്, അവിടത്തെ തൊട്ട് അങ്ങും തൃപ്തിപ്പെട്ടിട്ടില്ലേ. ബഹുമാനപ്പെട്ട ഈ വ്യക്തി പറഞ്ഞു. എന്നിട്ടോ തിരിഞ്ഞു പോകുമ്പോ ഞെരിയാണിക്ക് താഴെയാണ് തുണി എടുത്തിട്ടുള്ളത്. ഞെരിയാണിക്ക് താഴെ പാന്റ് ഇറങ്ങാൻ പാടില്ല. ഞെരിയാണിക്ക് താഴെ തുണി ഇറങ്ങുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവിടുന്ന് ചിന്തിച്ചു, നാളെ പരലോകത്ത് ഒരു അരുതായ്മക്ക് ദൃസാക്ഷിയായി മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് എന്തുകൊണ്ട് അത് ഉണർത്തിയില്ല എന്ന് റബ്ബ് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ആ മോനെ വിളിച്ചു, മോനെ യബ്ന അഖി, കുഞ്ഞുമോനെ, ഇർഫഅ തൗബക, വസ്ത്രം പൊക്കൂ. വഹുവ അബ്ഖാ ലി തൗബിക വ അത്ഖാ ലി റബ്ബിക, റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതും വസ്ത്രം കേടുവരാതിരിക്കാനും നല്ലതാണ് മോനെ. അവിടുന്ന് ആ സമയത്ത് ഉപദേശിച്ചതായി കാണാം. സുബൈക്ക് ശേഷം ലീലാഫി 3 പ്രാവശ്യം ഓതിയാൽ വൈകുന്നേരം വരെ ദുഃഖമുണ്ടാവില്ല. വൈകുന്നേരം 3 ലീലാഫി ഓതിയാൽ സുബഹി വരെ ദുഃഖിക്കേണ്ട അവസ്ഥ വരികയില്ല. മഹാന്മാര് പഠിപ്പിച്ചതാണ്. ലീലാഫി ഓതി നോക്കൂ, വല്ലാത്ത ബർക്കത്താണ്. ഉണർന്ന ഉടനെ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഓതി നോക്കൂ, വല്ലാത്ത ബർക്കത്താണ്. അതുപോലെ ദുഹാ നിസ്കാരം ഒഴിവാക്കാതിരിക്കുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലുക. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുമ്പോൾ അതാണ് വിജയം കൈവരിക്കാനുള്ള മാർഗം. ഈ കാലയളവിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ്. അതാണ് അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, മോനെ, ജദ്ദിദിസ് സഫീനത ഫഇന്നൽ ബഹറ അമീഖ്. ജദ്ദിദിസ് സഫീനത, കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുക. കാരണം ഫഇന്നൽ ബഹറ അമീഖ്, കടല് ആഴമുള്ളതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? കൊച്ചി പോയാൽ കാണുന്ന കപ്പലല്ല, ബേപ്പൂരിലുള്ള ദ്വീപ് സേതുവോ MV മിനിക്കോയോ അല്ല. പിന്നെയോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ മുറാദു ബിതജ്ദീദി സഫീനതി തഹഖീഖുൽ ഈമാനി വതഖരീറുഹു, ഈമാനിനെ ദൃഢീകരിക്കലും വിശ്വാസത്തെ പുനർവിചിന്തനത്തിന് വിധേയമാക്കലുമാണ്. ഈമാനിനെ പോക്കറ്റടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. മരിക്കുമ്പോൾ ഈമാനില്ലാതെ മരണപ്പെട്ടാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണം. മഹാന്മാര് പഠിപ്പിച്ചതാണ്, നിബിത്തങ്ങൾ വിശദീകരിച്ചതാണ്. ഭക്ഷണം വർദ്ധിപ്പിക്കുക. കാരണം ഒരുപാട് യാത്ര ചെയ്യണം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? തിന്ന് 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 മൂക്കറ്റം തിന്ന് മൈസൂരിപ്പഴം കൂടി തിരികെക്കാൻ ഗ്യാപ്പില്ലാത്ത കോലത്തിലാകണം എന്നല്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ആഖിറത്തിലേക്കുള്ള സ്വാലിഹായ പ്രവർത്തനം നിർവഹിക്കലാണ്. തസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. തസവ്വദൂ, വർദ്ധിപ്പിക്കണം ഭക്ഷണം, തഖ്വയാകുന്ന ഭക്ഷണം വേണം. അത്റല്ലാ അൻ തകൂന റഫീഖ ഖൗമി ലകും സാദു വ അൻത ബിഗൈരി സാദി.
ആളുകളൊക്കെ ഭക്ഷണവുമായി പോകുമ്പോ അവർക്ക് തഖ്വയുണ്ട്, സ്വാലിഹായ പ്രവർത്തനം നിർവഹിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഗൗസുൽ ആദം 40 കൊല്ലം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ്. ആ ഗൗസുൽ ആദം തങ്ങളും അബൂ ഹനീഫ ഇമാമും നമുക്ക് മാതൃകയല്ലേ? അവിടുന്ന് ഒരു ദിവസം ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അടുത്ത് നിസ്കരിക്കുന്ന ഈ സൂറത്ത് അങ്ങ് ഓതിയപ്പോ താടി പിടിച്ചു. നമ്മൾ പിടിക്കാനുള്ള താടിയും കൂടി വടിച്ചു. ഇതുണ്ടായത് ബഹുമാനപ്പെട്ടവർ സുബഹി വരെ പിടിച്ചു, അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട്. അങ്ങനെയുള്ളവരാണ് മഹാന്മാർ. അവരൊക്കെ പോയി. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം തമ്പുരാനെ. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ഈമാനിന്റെ വിഷയം. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന നമുക്ക് വേണം. സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. മൂന്നാമതോ വഖീലിൽ ഹമൂലത, ലഗേജിനെ ലഘൂകരിച്ചേക്കുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവാവുക. അന്യരുടെ അപരാധവും കുറ്റവും കുറവും നോക്കുന്നതിന് പകരം സ്വയം കുറ്റവും കുറവും നോക്കി പരിഹരിക്കുക. അവനാൻ എന്നെ എടുക്കാനും വിരിക്കാനും പുതക്കാനും അത്യാവശ്യത്തിൽ അപ്പുറമുണ്ട്. പിന്നെ ആരാണ്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടുകാരെ നന്നാകണമെന്ന് നമ്മൾ ചിന്തിക്കണോ? നമ്മൾ നന്നാകണമെന്ന് ചിന്തിക്കണില്ല. പിന്നെ എങ്ങനെ നമ്മൾ നന്നാകുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാതെ സ്വന്തം അപരാധങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയണം. ആ നിലക്കായിരിക്കണം ജീവിക്കേണ്ടത്. അതല്ലാതെ കുറ്റവും കുറവും നോക്കാൻ നിന്ന ആർക്കാണ് ഇവിടെ ഇല്ലാത്തത്? ആക്ഷേപിക്കണമെങ്കിൽ ആർക്കും ആക്ഷേപിക്കാൻ. ഇപ്പോ വീട്ടിൽ വെച്ച് മരുമകളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണുടഞ്ഞാല് ഉമ്മ പറയാൻ, അമ്മായിമ്മ പറയാൻ, ഈ ഹംക്ക് ബലാല് വന്നത് മുതൽ തുടങ്ങിയതാണ് മുസീബത്ത്. 2 ദിവസം കഴിഞ്ഞിട്ട് വിരുന്നേരാണ് മകള്, അവളെ കയ്യിൽ നിന്ന് വീണാലോ സാരല്ല, അള്ളാന്റെ കഥ അല്ലേ. ഒന്ന് അള്ളാന്റെ കഥാവും ഒന്ന് ബലാവും മുസീബത്തും. ഇതെങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, വേരിയേഷൻ എവിടെ നിന്ന് വന്നു? അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം കുറവും കാണാൻ പാടില്ല. നമ്മേളിൽ എത്രയോ ദുഷ്ടരായുള്ളവർ തന്നീലും എത്രയോ നന്മകൾ കണ്ടിടാം. നമ്മേളിൽ എത്രയോ ശിഷ്ടരായുള്ളവർ തന്നീലും എത്രയോ തിന്മകൾ കണ്ടിടാം. ആകയാൽ അന്യരെ കുറ്റം പറയുന്ന താർക്കുമേ ഭൂഷണ മല്ലെന്നറിയണം. ക്ഷീരമുള്ളോരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അല്ലേ? നമ്മളിൽ എത്രയോ ദുഷ്ടരാള് മോശമാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാവും. ആള് നല്ല ആളെന്നെ, എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും. അല്ലേ? അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ പാടില്ല. ക്ഷീരമുള്ളോരകീടിൻ ചുവട്ടിലും പാലുള്ള അകിട്ടിലും ചോര കൊതുകിന് ചോര തന്നെ കൊതുകിന് കൊതുകം. ചോര നോക്കിയിട്ട് അത് പോകും. ഇഷ്ടംപോലെ പാലുണ്ട്, അത് കുടിക്കൂല. എന്നാലും കുറച്ച് ചോര. ഒരു കൊതു കുടിച്ചാൽ ജമാഅത്തേര് മറുപടി വെച്ചായിരിക്കും ഇന്ന എത്ര നയിലുണ്ട്. എന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതല്ലേ വസ്തുത. ഈസാ നബി അലൈഹി സ്വലാം വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു നായി അത്തടക്കണുണ്ട്. നായ ചത്തിങ്ങനെ നാറുകയാണ്. അപ്പൊ അണികള് മൂക്ക് പൊത്തിയിട്ട് ഇത്തിറക്കണ്ടില്ലേ എന്നാണ് ഇങ്ങനെ പറയുമ്പോ ഈസാ നബി മൂക്കൊന്നും പൊത്തിയില്ല. അതിന്റെ പല്ലിന്റെ ചുറുക്കേ. അപ്പൊ ഈസാ നബി കണ്ടത് അതാണ്, പല്ലിന്റെ ചുറുക്കാ കണ്ടത്. അപ്പൊ നന്മ കാണാൻ കഴിയണം, ആ അവസ്ഥയിലായിരിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരവസ്ഥയിലേക്ക് എത്തണം. പണ്ഡിതന്മാരെ കുറ്റം പറയാൻ പാടില്ല, സയ്യിദന്മാരെ ആക്ഷേപിക്കാൻ പാടില്ല. സാലിഹീങ്ങളുടെ മധു പറയാൻ ശ്രമിക്കുക, സാലിഹീങ്ങളുടെ പൊരുത്തവും സമ്പാദിക്കാൻ ശ്രമിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നത്, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംസ്കാരം. ആ നിലക്ക് ജീവിച്ചോ. റഹ്മാനുർ റഹീമീനായ റബ്ബ് തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇരിക്കുന്നവരൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കുക. ദൂരെ നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിനെ
സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും ഒന്നിങ്ങോട്ട് അടുത്തു വരിക. നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന ആളുകൾ, നമുക്ക് മതം പറഞ്ഞു തന്ന ആളുകൾ, അവരെ കൈയൊഴിക്കണ്ട, അവരെ ആക്ഷേപിക്കണ്ട. അവർ നന്മ മാത്രം പറഞ്ഞവരാണ്. ഖുർആൻ മനോഹരത്തിന് ഉപയോഗിച്ചു എന്ന ആരോപണം പല ആളുകളും ഉന്നയിക്കാറുണ്ട്. റബ്ബാണ് സത്യം അങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ച് പരലോകം വടക്കാക്കണ്ട. സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിച്ചോ, ആഖിറത്തിന് വേണ്ടി ജീവിച്ചോ, മരണമുണ്ടെന്ന് ചിന്തിച്ചോ, ഖബറുണ്ടെന്ന് ചിന്തിച്ചോ. ആ നിലക്ക് ചിന്തിച്ച എത്രയോ മഹാന്മാർ കേട്ടിട്ടില്ലേ? മഹാനരായ സയ്യിദുനാ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. തഖ്വയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ്. അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചവരാണ്. ആ ശാദുലി ഇമാം തഹജ്ജുദിന്റെ രാവുകൾ ദിശയുടെ നിശബ്ദതയിൽ റഹ്മാനായ റബ്ബിനോട് എന്നും ദുആയിരക്കുമ്പോൾ 3 കാര്യം ചോദിക്കാറുണ്ട്. ആ സമയത്ത് ചോദിക്കാനുള്ള കാരണം بأوتار الخشوع يقومها إلى المرمر يطيلون سجود مع الركوع. ബഹുമാനപ്പെട്ടവരെ വർദ്ധിപ്പിക്കാനുള്ള കാരണം, ഈ പ്രാർത്ഥന നിർവഹിക്കാനുള്ള കാരണം, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ, പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റം ലഭിക്കാൻ, പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റം ലഭിക്കാൻ, അതേ പ്രാർത്ഥനാ ലബ്ധിക്ക് ഏറ്റവും ഉദാത്തമായ സമയങ്ങളിൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിച്ചു തന്നതല്ലേ ആ സമയം. അവിടുന്ന് ദുആയിരക്കും 3 കാര്യം. ഒന്ന്, റബ്ബേ, ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയും അവരെ എനിക്ക് കാണുകയും ചെയ്യണം റബ്ബേ. രണ്ടാമത് അവിടുത്തെ ദുആ, റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയുടെ പ്രാഥമിക ഘട്ടം പിന്നിടുമ്പോ ആളുകൾ തെറ്റ് ചെയ്യാത്ത നല്ല ഭാഗത്തായിരിക്കണം എന്റെ മരണം. മൂന്നാമതായി അവിടുന്ന് ദുആ ചെയ്യുന്നു, ഞാൻ മരിക്കുമ്പോൾ അവിടുന്ന് ഖബറിൽ ഞാൻ മരിക്കുമ്പോ സുജൂദിൽ കിടന്നുകൊണ്ടായിരിക്കണം. ഈ 3 വിഷയമാണ് അവിടുന്ന് പറഞ്ഞത്. കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചു പറയുന്നു, മോനെ, ഞാൻ ഹജ്ജിന് പോവുകയാണ്, പ്രാവശ്യം എന്നോട് കൂടെ പോരണം. വല്ലാത്ത സന്തോഷമായി. പോകുന്നതിന്റെ തലേന്ന് പറഞ്ഞു, ഒരു കൊട്ടയും കുളിക്കാനുള്ള ഒരു ഉപകരണവും കൊണ്ടുവരണം മോനെ. എന്തിനാണ് ഉസ്താദേ? അതൊക്കെയുണ്ട് മോനെ. അങ്ങനെ അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഈജിപ്തിൽ നിന്ന് 930 കിലോമീറ്റർ അകലെയുള്ള ഇംസറി എന്ന് പറയുന്ന സ്ഥലം, അവിടേക്ക് പോകുമ്പോ വെറും മണൽക്കാടാണ്, മരുഭൂമിയാണ്. കാടില്ല, മരമില്ല, വീടില്ല, നാടില്ല, ഒന്നുമില്ല. ഈജിപ്ഷ്യൻ ഗവൺമെന്റ് അവിടേക്ക് റബ്ബറൈസ്ഡ് റോഡ് വെട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തെത്തിയപ്പോ അല്പം ജല വെള്ളമുള്ള തടാകം അവിടെയുണ്ട്, കുറച്ച് അനുകൂല സാഹചര്യമുണ്ട്. അവിടെ അങ്ങ് എത്തിയപ്പോൾ കുളത്തിൽ നിന്ന് വുളു എടുക്കുന്നു. കുഴി ഒഴിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞപ്പോ, എന്തേ? ഞാൻ പോവുകയാണ്. എവിടേക്ക്? മോനെ, നിനക്ക് സമയമായിട്ടില്ല, എനിക്ക് സമയമായിട്ടുണ്ട്. ഞാനൊരു ലോകത്തേക്ക് പോവുകയാ. പടപ്പുകൾ തെറ്റ് ചെയ്യാത്ത ഭാഗത്തെത്തിയപ്പോൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, എന്നിട്ടോ വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം, സലാം അടക്കുന്നു. ആരോടാണങ്ങ് സലാം അടക്കിയത്? എന്റെ റൂഹിനെ കൊണ്ടുപോവാൻ ചില ആളുകൾ വന്നിട്ടുണ്ട്. ആ ആളുകളെ അവരോട് സലാം പറഞ്ഞിട്ടുണ്ട്. ആ സലാമാണ് ഞാൻ മടക്കിയതെന്ന് ബഹുമാനപ്പെട്ടവര് പറയുന്നു. അങ്ങനെ നിസ്കരിച്ച് 2ാമത്തെ റക്അത്തിലെ 2ാമത്തെ സുജൂദ് എത്തിയപ്പോ
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്താകുന്നു. അതാണ് മഹാന്മാർ. ആ സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരെങ്കിലും ഉപദ്രവിച്ച് ആക്ഷേപിക്കണ്ട, തങ്ങന്മാര് രാഷ്ട്രീയം നോക്കി കുറ്റം പറയണ്ട. വന്യരായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് മഹാനായ പണ്ഡിതനാണ്. കണ്ണിയത്ത് ഉസ്താദ് മഹാനായ പണ്ഡിതനാണ്. അല്ലാഹുവേ, അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണം തമ്പുരാനെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇൽമു വർദ്ധിപ്പിക്കണം തമ്പുരാനെ. അവർക്ക് വേണ്ടി ദുആയിരുന്നു. വന്യരായ കാന്തപുരം ഉസ്താദ് താജുൽ ഉലമ വലിയ പണ്ഡിതന്മാരാണ്. അതുപോലെയുള്ളവർക്ക് വേണ്ടി ദുആയിരുന്നു. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി ദുആ ഇരക്കുക. അവരെ പരിഗണിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മളും പരിഗണിക്കപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും പോവാനുള്ളവരാണ്. സയ്യിദന്മാര് വഫാത്തായപ്പോ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അറിയില്ലേ, കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാ